അവയവമാണ് ഇവിടെ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓടല്ലേ ശ്രീജയ, അമ്മു? ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. എന്താണ്? ഇല്ല 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 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് LD ബേസിൽ ചോദിക്കണമെന്നില്ല, ചോദിച്ചുകൂടായികയുമില്ല. ഇതൊരു മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചോദിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഇന്റർനെറ്റ് സമയ മോഷണം വ്യക്തികൾക്കെതിരെയുള്ള, ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്തെന്നുള്ളതാണ്. വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ശരിയോ തെറ്റോ? ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് മോഷ്ടിച്ചു കൊണ്ടുപോയി നമ്മൾ പർച്ചേസ് ചെയ്യുകയോ പൈസ തട്ടുകയോ ചെയ്യുന്നു, അത് വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യമാണോ? ആണോ? അതെ, അപ്പൊ ശരിയാണത്. അടുത്തത് ഇന്റർനെറ്റ് സമയമോഷണം വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണോ? ഈ സമയമോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനെറ്റ് സമയമോഷണം ആണോ? വ്യക്തികൾക്കെതിരെയല്ലേ? ആണല്ലോ, വ്യക്തികൾക്ക് എതിരെയാണ്. അടുത്ത സൈബർ ഭീകരത. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതായിരുന്നു വകുപ്പ്? സൈബർ ഭീകരത. എഫ്, ഫി അല്ലേ? എഫ് ഓർത്താ മതി. 66F സൈബർ ഭീകരത. അപ്പൊ സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണ്. അടുത്തത് സ്വകാര്യതയുടെ ലംഘനം വസ്തുവകകൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. അങ്ങനെയാണോ? സ്വകാര്യതയുടെ ലംഘനം എന്ന് പറയുന്നത് വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണോ? ആണോ? അല്ല. അല്ല. ഓക്കെ, അപ്പൊ അതല്ല. അപ്പം ഓപ്ഷൻ, ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് താഴെ തന്നിട്ടുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ശരിയായി പൊരുത്തപ്പെടുന്നത് 1, 2, 3 അല്ലേ? 1, 2, 3 പൊരുത്തപ്പെടുന്നുണ്ട്. 4 പൊരുത്തപ്പെടുന്നില്ല. 4 സ്വകാര്യതയുടെ ലംഘനം വസ്തുക്കൾക്കെതിരായ ലംഘനം അല്ലല്ലോ, കുറ്റകൃത്യങ്ങളല്ലല്ലോ. അപ്പം A ആണ്. അത് നമുക്ക് ജസ്റ്റ് സാവധാനത്തിൽ വായിച്ചു നോക്കി എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ സി, പോണോഗ്രാഫി അല്ലെ? പോണോഗ്രാഫി എന്ന് പറയുന്നത് ഈ അശ്ലീല ചിത്രങ്ങളോ അശ്ലീല വീഡിയോയോ വസ്തുക്കളോ ഒക്കെ പ്രദർശിപ്പിക്കുകയോ മറ്റുമൊക്കെ ചെയ്യുന്നതാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ആകുമ്പോൾ അത് സൈബർ പോണോഗ്രഫി ആവും. അല്ലാതെ പ്രചരിപ്പിക്കുന്നത് പോണോഗ്രഫി എന്ന് നമ്മൾ പറയും സാധാരണയായിട്ട്. അപ്പം സൈബർ പോണോഗ്രഫി എന്നാണ് അതിനെ പറയുന്നത്. ഈ സൈബർ പോണോഗ്രഫി നമുക്ക് സെക്ഷൻ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. സൈബർ പോണോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 67A ആണ്, മറന്നു പോയത്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിലേക്ക് നമ്മൾ U*A എന്നോ അല്ലെങ്കിൽ ഒൺലി എ എന്നോ ഒക്കെ പറഞ്ഞ ചില സിനിമകളിൽ എഴുതി കാണിക്കാറുണ്ടല്ലോ അല്ലെ? സർട്ടിഫിക്കറ്റില് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡൾട്ട്സ് ഒൺലി അല്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. 67A. നമ്മൾ വേറൊരു എ പഠിച്ചു ഇതിനു മുമ്പ്. ഏതായിരുന്നു? എടുത്തു മാറ്റിയത് ഏതായിരുന്നു? അത് ഏത് വകുപ്പാണ്? 66A ആണത്. അത് 66A. അത് എടുത്തു മാറ്റിയതാണ്. സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തതാണ്. വിമർശിച്ചു കഴിഞ്ഞാൽ കുറ്റകരമായിട്ട് വരുന്നത്. അത് എടുത്തു കളഞ്ഞു. ഓക്കെ. അപ്പൊ അത് മറന്നു പോകരുത്.
അപ്പൊ 67A, അതായത് സൈബർ പോണോഗ്രഫിയുടെ IT സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സൈബർ പോണോഗ്രഫിയുടെ IT സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67A. ഇനി ഇതിൽ നിന്നും കുറച്ച് വിഭിന്നമായിട്ടൊരു ചോദ്യം ചോദിക്കും, അതും പഠിക്കാൻ എളുപ്പമാണ്. അതായത് 67A ഉണ്ട്, അതുപോലെ തന്നെ 67B ഉണ്ട്. ബി അത് പഠിക്കാൻ എളുപ്പമാണ്. ബി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടികളുടെ, ചെറിയ മക്കളുടെ അശ്ലീല ചിത്രങ്ങള്, അശ്ലീല വീഡിയോകള് ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനിടുന്ന വകുപ്പാണ് എന്ന് പറയുന്നത് 67 ബി. ബി ബി എന്ന് പറയുന്ന ബി, ബേബി. ബേബി എന്ന് ആലോചിച്ചാൽ മതി. ബേബി അല്ലേ, കുഞ്ഞുങ്ങളല്ലേ, ബേബി. ബി 67B, ബേബി, ബേബി. ഓക്കെ, അപ്പൊ 67A അഡൽട്സ് ഓൺലി എല്ലാം കൂടി വരുന്നത്. 67B ആകുമ്പോ ബേബി എന്ന് ആലോചിച്ചാൽ മതി, ബേബി. അപ്പം സൈബർ കുറ്റകൃത്യം, സൈബർ പോണോഗ്രഫി 67Aയും അത് കുട്ടികളുടെ ആണെങ്കിൽ 67B, ബേബി. ബി 67B, ബേബി എന്ന് ആലോചിച്ചാൽ മതി. ഇനി നോക്കിയോ, സൈബർ ആൾമാറാട്ടം ഏതാണ് നമ്മൾ പഠിച്ചത്? ആൾമാറാട്ടം ഏതാ? ഐഡന്റിറ്റി തെഫ്റ്റ്, CID. 66C, CID. ഓക്കെ, ഇനി ഭീകരവാദം, ടെററിസം, ഭീകരവാദം, ഫി ഏതായിരുന്നു അത്? 66F, ഇത് 66C. ഇനി നോക്കിയോ, സൈബർ വ്യക്തിവിവര മോഷണം നമ്മൾ പഠിച്ചു. സോറി, ആൾമാറാട്ടം പറഞ്ഞത്, ആൾമാറാട്ടം C ആണോ? ഐഡന്റിറ്റി തെഫ്റ്റ്, സൈബർ ആൾമാറാട്ടം ഇതല്ലേ ഐഡന്റിറ്റി തെഫ്റ്റ്. വ്യക്തിവിവര മോഷണം, വ്യക്തിവിവരം ഇതേതായിരുന്നു? ആൾമാറാട്ടം. ഇത് C, ഇത് 66C. ഓക്കെ, ഇതേതായിരുന്നു മുമ്പ് പഠിച്ചത്? മുമ്പ് പഠിച്ചത് 66D അല്ലേ? 66D അല്ലേ? ഡി. ഞാൻ നിങ്ങൾ കഥ പറഞ്ഞ ഓർമ്മയില്ലേ? ഡോക്ടറിന്റെ കഥ പറഞ്ഞ ഓർമ്മയില്ലേ? ഡോക്ടറായിരിക്കുന്നത് അല്ലേ? ഓർമ്മയില്ലേ? ഓക്കെ, മാറിപ്പോകരുത്. ഡി ആൾമാറിയ, നീ ആൾമാറിയാടാ അല്ലേ എന്ന് ചോദിക്കുന്ന. നീ മാറിയാ, നീ എന്തോ കാണിക്കുന്നെന്ന് ചോദിക്കുന്ന. ഡി ആൾമാറാട്ടം. ഡി വ്യക്തിവിവര മോഷണം എന്ന് പറയുന്നത് C ആണ്. 66C ആണ്. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക്. അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ ബേബി ആണെങ്കിൽ 67B, നോർമൽ ആണെങ്കിൽ 67A പോണോഗ്രഫി. ഓക്കെ, സൈബർ പോണോഗ്രഫി. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തെ നമ്മൾ ഈ വകുപ്പുകളെല്ലാം പഠിച്ചതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണല്ലോ. ഡിഗ്രി ലെവലായിരുന്നാലും, LP UP ആയിരുന്നാലും, HSA ആയിരുന്നാലും, HST ആയിരുന്നാലും, LD ആയിരുന്നാലും, ലാസ്റ്റ് ഗ്രേഡ് ആയിരുന്നാലും ഏത് പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇല്ലേ, ജനറൽ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? വർഷം എല്ലാവർക്കും അറിയാം അല്ലേ? ഏത് വർഷത്തിലാ IT ആക്ട് വരുന്നത്? IT ആക്ട് ഏത് വർഷത്തിലാ? IT ആക്ട് വർഷം ഏതാ? 2000. ഡേറ്റ് ആണ് ആർക്കും അറിയാത്തത്. ഡേറ്റ് ഇതാണ് കേട്ടോ, 17/10/2000 17/10/2000 ആണ്. 17/10 ആണ് കേട്ടോ, 17/10/2000 IT ആക്ട് നിലവിൽ വന്ന കറക്റ്റ് ഡേറ്റ് 17/10. ഓക്കെ, 17/10. 10ാം മാസം ആകുമ്പോൾ ഏത് മാസം? ഒക്ടോബർ. ഓക്കെ, 17 ഒക്ടോബർ ആണ് കേട്ടോ. 17 ഒക്ടോബർ 2000 IT ആക്ട് നിലവിൽ വന്നിരിക്കും. ചിലപ്പോൾ ഇതിലൊക്കെ ഡേറ്റ സഹിതം ചോദിച്ചുകളായി മാറിപ്പോയത്. 17 ഒക്ടോബർ എന്നെങ്കിലും ഓർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടിക്കോളും. 17 ഒക്ടോബർ. ഇവിടെ ഒക്ടോബർ അറിയാമെങ്കിൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നതായിരുന്നു. ഓക്കെ, ഒക്ടോബർ. ബാക്കി ഒന്നിലും 10 ഇല്ല. 2000 തന്നിരിക്കുന്നത് ഇത് 5 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ അതുകൊണ്ട് 10 ഒക്ടോബർ എന്നെങ്കിലും അറിയാമെങ്കിൽ ആ ചോദ്യത്തിന് ആൻസർ എഴുതാമായിരുന്നു. ഓക്കെ, അപ്പൊ 17/10/2000 നമ്മുടെ ഈ IT ആക്ടുകളെല്ലാം നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ നമ്മൾ ഇതുവരെ കേട്ടോ, പഠിച്ചായിരുന്നോ? സ്വകാര്യത പഠിച്ചോ? സ്വകാര്യതയുടെ ലംഘനം പഠിച്ചില്ലല്ലോ.
ഇല്ല ഇല്ല. സ്വകാര്യതയുടെ ലംഘനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മള് ഏതെങ്കിലും പാർക്കിലിരുന്ന് ഒരു കാമുകൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് പാർക്കിലിരുന്ന് സല്ലപിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒളിച്ചിരുന്ന് വീഡിയോ പിടിച്ച് നെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും മറ്റു സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വകുപ്പുണ്ട്, അതിന് ജയിലിൽ കിടക്കേണ്ടി വരും. ആ വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്വകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് എന്താ പറയുന്നത്? സ്വകാര്യത, പ്രൈവസി. പ്രൈവസി എന്നല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ പ്രൈവസി, ഈ പ്രൈവസി, ഈ അപ്പൊ ഏതാ 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 66E. നമുക്ക് ഇനി അത് വേണ്ട, കാരണം നമുക്കത് 66B അറിയാം. ബി എന്താണ്? 66B ഏതാണ്? മോഷണ വസ്തു വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഡിജിറ്റൽ മോഷണ വസ്തുക്കൾ, മൊബൈലും ഫോണും ഇതൊക്കെ. 66D ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞുള്ളൂ, ആൾമാറാട്ടം. 66F ഭീകരവാദം. ബാക്കി ഇതല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം പഠിക്കുന്നവർക്ക്. ഇനി ഈ പ്രൈവസി, സ്വകാര്യത, പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66E എന്ന് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് കിട്ടി. നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഒരുവിധം നിങ്ങള് ആക്ച്വലി ഈ ആക്ടുകൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു നിഗമനം, അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. ഇതൊക്കെ ഉള്ളു ചോദിക്കാനായിട്ട്. ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കി ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ? എല്ലാം റിപ്പീറ്റ് അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആണ്. വീണ്ടും ആ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IT ആക്ടിൽ സൈബർ ടെററിസം എന്താ? വീണ്ടും റിപ്പീറ്റ്. ഏതാ? എഫ്. അവിടെ ഓപ്ഷൻ ബി ഉണ്ട്. മോഷണമുണ്ട്. 66A എന്നാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. എന്താണ് എടുത്തു കളഞ്ഞ വകുപ്പ്? വിമർശിച്ചാൽ അകത്ത് പോകുന്നത്, സുപ്രീം കോടതി എടുത്തു കളഞ്ഞ വകുപ്പ്. 66G നമുക്ക് പഠിക്കാനില്ല, പഠിക്കണ്ട, നോക്കണ്ട. ജി. ഓക്കെ, അപ്പൊ അതും കിട്ടി. റിപ്പീറ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആണ്. നോക്കുക, അടുത്ത ചോദ്യം. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? നമ്മൾ പഠിച്ചില്ലേ? അല്ലേ? 66D അല്ലേ? ആൾമാറാട്ടം 66D. ബി നമുക്കറിയാം, മോഷണം. പിന്നെ 85D അത് നമ്മൾ പഠിക്കുന്നില്ല, വേണ്ട. 65 നമുക്കറിയാം. എന്താണ് ആദ്യം നമ്മൾ പഠിച്ചത്? 65 എന്ന് പറയുന്നത് ഏതാണ്? പറയേ. സൈബർ ടാമ്പറിംഗ് അല്ലേ? ടാമ്പറിംഗ്, നമ്മുടെ ഡിജിറ്റൽ രേഖകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ അവിടെ സെറ്റാണ് അല്ലേ? അത്രയും കാര്യം സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങള് ഫുള്ള് വകുപ്പ് പഠിച്ചിരിക്കും. ഓക്കെ, IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? ടിക്ടോക്ക്, പിന്നെ അതിന് പബ്ജി ഗെയിമൊക്കെ നിരോധിച്ചില്ലേ? നിരോധിച്ചു. അത് ഏത് വകുപ്പ് പ്രകാരമാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത് അറിയാന്നുള്ളതൊക്കെയാണ് അറിയാന്നുള്ളത്. 66 അറിയാം. 66 ഏതാ? 66 ഏതാ? ഹാക്കിംഗ്. 6 ഹാക്കിംഗ്. 65 ഏതാണ്? ടാമ്പറിംഗ് ആണ്. 67A സൈബർ പോണോഗ്രാഫി. 66A സൈബർ പോണോഗ്രാഫി. ഇതിന്റെ കൂടെ ഒരെണ്ണമുണ്ടല്ലോ നമ്മൾ പഠിച്ചത്, ബേബി. ഏതാ? 67B കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ. ഓക്കെ, അപ്പൊ പിന്നെ ഏതാ ഉത്തരം? പിന്നെ ഏതാ? കിട്ടിയില്ലേ? 69A. പിന്നെ നോക്കൊന്നുമില്ല, വളരെ സിമ്പിൾ അല്ലേ? ഇതാ പറഞ്ഞത്, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൻസറിൽ എത്താൻ പറ്റും, പഠിച്ചില്ലെങ്കിൽ പോലും. 69A. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം. അടുത്ത ചോദ്യം. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഐഡന്റിറ്റി മോഷണം നമ്മൾ പഠിച്ചില്ലേ? ഏതാണ്? 66C. ഇനി ഇത് അറിഞ്ഞുകൂടെങ്കിൽ പോലും മറ്റത് അറിയെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? ഏതൊക്കെ? 65 നമുക്കറിയാം. ഇപ്പൊ പറഞ്ഞത് ഏതാണ്?
65 ടാമ്പറിംഗ്. വീണ്ടും വീണ്ടും പറയുന്നത് മറക്കാതിരിക്കും, ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 66B മോഷണ വസ്തു. എഫ് ഭീകരവാദം. അപ്പൊ തന്നെ ഇതല്ലേ ആൻസർ, ഇതാണ് ആൻസർ. 66C എന്ന് കണ്ടുപിടിക്കാൻ പറ്റി പെട്ടെന്ന്, വളരെ സിമ്പിൾ ആണ്. അടുത്തത് നെക്സ്റ്റ് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഏത് സെക്ഷനിൽ പെടുന്നു? സ്വകാര്യത ഇപ്പൊ പറഞ്ഞാൽ നമ്മള് പ്രൈവസി. അപ്പൊ അതാ കിട്ടി, പ്രൈവസി. 66E. കാരണം അത് അറിഞ്ഞുകൂടെങ്കിൽ പോലും ഈ 66E എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും നമുക്ക് എഴുതാൻ പറ്റില്ല. 66B നമുക്കിപ്പോ പറഞ്ഞേ ഉള്ളൂ. എന്താണ്? മോഷണ വസ്തു. 66 ഏതാണ്? 66 ഏതാണ്? വീണ്ടും പറയോ? വീണ്ടും പറഞ്ഞോ? 66 ഹാക്കിങ്. 66 ഹാക്കിങ്. 67 എന്താണ്? 67 നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. അപ്പൊ അതില്ല. ഓക്കെ, ഇല്ല. നെക്സ്റ്റ്. കാരണം ചിലപ്പോ PSC ഈ 67A പകരം പോണോഗ്രഫി ചോദിച്ചിട്ട് 67A പകരം വെറുതെ 67 ഇട്ടിരിക്കും. എന്നാലും എഴുതിക്കോളണം, ക്വസ്റ്റ്യൻ തരുന്ന വിചാരിക്കരുത്. കേട്ടോ? മനസ്സിലായോ? സൈബർ പോണോഗ്രഫി എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 67 മാത്രമേ ചിലപ്പോൾ ഇട്ടിരിക്കത്തുള്ളൂ. കാരണം 67 എത്ര ഉണ്ട്? 67A ഉണ്ട്, 67B ഉണ്ട്. അപ്പൊ രണ്ടും വെട്ടിയിട്ട് കോമൺലി 67 ഇട്ടിരിക്കും. കേട്ടോ? അങ്ങനെയാണെങ്കിൽ എഴുതിക്കൊള്ളണം. കേട്ടോ? 67 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പോണോഗ്രഫി ആണ്. ഓക്കെ, അതിൽ A എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ചെയ്ത് മൊത്തത്തിലുള്ള പോണോഗ്രഫി, B ആണെങ്കിൽ കുട്ടികളുടെ സെപ്പറേറ്റ്. അത് ചിന്തിച്ചോളണം ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ. അടുത്തത്, മറ്റ് വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? നമ്മളിപ്പോ പറഞ്ഞത് നോക്കിയാണ്, ഫുൾ റിപ്പീറ്റ്. ഏതാ? നമ്മൾ എത്ര പഠിച്ചത്? എന്താ പഠിച്ചത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുടെ ATM കാർഡ് എടുത്തുകൊണ്ട് മോഷണം നടത്തിയിട്ട് ഞാൻ അത് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? നിങ്ങളൊക്കെ പഠിച്ചോ? മുമ്പ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചോ? ഇതുവരെ പഠിച്ചോ? ഇല്ലല്ലോ. പഠിച്ചില്ല അല്ലേ? പഠിച്ചില്ല. ഒരു ന്യൂ ഇൻഫർമേഷൻ ആണ്, ന്യൂ ഇൻഫർമേഷൻ ആക്ട്. അത് നമ്മൾ പഠിച്ചത്. നമ്മൾ 66 എന്താ പഠിച്ചത്? 66 ഹാക്കിംഗ് അല്ലേ? 66C എന്താ പഠിച്ചേ? ഐഡന്റിറ്റി തെഫ്റ്റ്. അതായത് ഐഡന്റിറ്റി മോഷണം. 66C ഐഡന്റിറ്റി മോഷണം. അപ്പം മീൻസ് ഇവിടെ ATM കാർഡ് എന്ന് പറയുന്നത് ഒരാളുടെ ഐഡന്റിറ്റി തന്നെയാണ് എടുത്ത് മോഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതില് ഈ വസൂലാക്കുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 66 ആണ്. പക്ഷെ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്ക് കിട്ടൊരു പണിയാണിത്. സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. നോക്കിയാണ് വകുപ്പ് 70 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം. ഓക്കെ, ശരിയാണ്. ഇനി വകുപ്പ് 70 ഇൻഫർമേഷൻ ടെക്നോളജി അല്ല, എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നാണ്. IT നിയമം എന്നാണോ? IT നിയമം എന്നാണോ അത്? അല്ല. അടുത്ത നോക്കേ, വകുപ്പ് 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം. അത് IT തന്നെയാണ്. അടുത്ത വകുപ്പ് 66 നോക്കേ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നാണ്. ഇത് രണ്ടും പോക്കല്ലേ? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലേ? ഈ 60 ഓക്കെ. സെക്കൻഡ്. ഓക്കെ. അപ്പൊ ഈ 66 പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ 70 പ്രശ്നമാണ്. അപ്പൊ നമുക്കിവിടെ ഉള്ളത് 70
66 അപ്പൊ നമ്മൾ 66C പഠിച്ചിട്ടുണ്ട് അല്ലെ. 66C പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. സി 66C ആണെങ്കിൽ 66C ആണെങ്കിൽ എന്താണ്? ആൾമാറാട്ടമാണ് അല്ലെ. ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. CID ആണ്. ID മാറ്റമാണ്. അപ്പം ഉത്തരം ഏതാണ്? അപ്പൊ ഉത്തരം ഏതാ? 66C അല്ലല്ലോ. ഏതാ? 70 അല്ല. ഉത്തരം ഏതാടെ? ഈ കിടക്കുന്നത് സി 66 66. അപ്പം വകുപ്പ് 66 പഠിച്ചോളണം. വകുപ്പ് 66 എന്ന് പറയുന്നത് എന്താണ്? ഈ ATM കാർഡ്, മറ്റ് സാധനങ്ങളൊക്കെ, ക്രെഡിറ്റ് കാർഡ്, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ മോഷണം നടത്തിക്കഴിഞ്ഞാൽ അത് വരുന്ന വകുപ്പ് 66. IT ആക്ട് 66. ഓക്കെ, പഠിച്ചോളണം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം മുന്നേ ചോദിച്ചു. അത് വകുപ്പല്ല ചോദിച്ചത്, ഓർമ്മയുണ്ട് ആ ചോദ്യം? നമ്മൾ ഇപ്പോഴത്തെ സെക്ഷനിൽ ആദ്യം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് കണ്ട ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു? അതായിരുന്നു അത്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പെന്നും പറഞ്ഞിട്ട് അത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ. അതിന്റെ വേറൊരു വെർഷൻ ആണ് ഇപ്പൊ ചോദിച്ചത്. ഓക്കെ, അപ്പൊ 66 ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വകുപ്പ് പ്രകാരം അകത്തായി പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. IT ആക്ടിലെ സെക്ഷൻ 66. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്തോളണം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് 66 രണ്ടെണ്ണം കിടപ്പുണ്ട്, ചാടിക്കേറി എഴുതി കളയരുത്. ഒന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നാണ് കേട്ടോ, IPC ആണ് എഴുതിയിരിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത് IT, ഇൻഫർമേഷൻ ടെക്നോളജി, IT ആണ്. ഓക്കെ, IT ആണ് വേണ്ടത് നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. IT ആക്ടിലെ സെക്ഷൻ 66C. നമ്മളിപ്പോ എത്ര ക്വസ്റ്റ്യൻ ആയത്? എത്ര ചോദ്യമായി? ഏതാ പറഞ്ഞ? അതിലെ ഓപ്ഷൻ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. സി. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ അല്ലെ, ഐഡന്റിറ്റി തെഫ്റ്റ്. ഇനി സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷയാണെങ്കിൽ 66F അല്ലെ. ഇനി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കുള്ള അനധികൃത പ്രവേശനത്തിനുള്ള ശിക്ഷ. ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കുള്ള അനധികൃത പ്രവേശനത്തിന് വിളിക്കുന്ന പേരെന്താണ്? ഹാക്കിങ്. ഏതാണ് വകുപ്പ്? ഏതാണ്? 66. ഇനി ഓൺലൈനിൽ അശ്ലീല കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ശിക്ഷ ഏതാണ് വകുപ്പ്? 67A. 67A. ഓക്കെ, കുട്ടികളുടെ ആണെങ്കിൽ ഈ സാധനം കുട്ടികളെന്നുണ്ടെങ്കിൽ 67B. ബേബി 67B. അടുത്ത ചോദ്യം. വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ IT സെക്ഷനിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? എത്രയോ തവണ നമ്മളിപ്പോ ആ ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ? ഏതാണ് ഉത്തരവ്? 67B. ഇതാർക്കുന്നു അല്ലെ? എന്തോരം റിപ്പീറ്റ് നോക്കിയേ. 65 വകുപ്പ് എന്താ? 65 എന്താ? 65 എന്താ? ടാമ്പറിംഗ്. ടാമ്പറിംഗ് 65 ടാമ്പറിംഗ്. അടുത്തത് 66 ഹാക്കിംഗ്. 68 ഉണ്ടോ? പഠിച്ചോ നമ്മള്? ഇല്ല. അപ്പൊ അതില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവര സാങ്കേതിക നിയമം 2000 ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? അതായത് ഞാന് വേറൊരാളുടെ അല്ലെങ്കിൽ എന്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ പേരും എന്റെ ID അല്ലെങ്കിൽ എന്റെ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുറന്നിട്ട് ഇവിടെയുള്ള മന്ത്രിമാരെയും വകുപ്പിനെയും അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ മാരകമായിട്ട് സോഷ്യൽ മീഡിയകളിൽ അധിക്ഷേപിക്കുകയാണെങ്കിൽ, അതാണല്ലോ ഇത് വേജ. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇതിന്റെ കേസുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ? വേജ അക്കൗണ്ടുകൾ അല്ലെ? അങ്ങനെ വരുവാണെങ്കിൽ അത് ഏത് വകുപ്പ് പ്രകാരമാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ഏത് വകുപ്പ് പ്രകാരമാണ് വേജ അക്കൗണ്ടുകള്? അപകീർത്തി. ഇവിടെ നമ്മൾ
പുതിയൊരു സാധനം പഠിക്കുകയാണ് കേട്ടോ. ഇതുവരെ പഠിക്കാത്ത പുതിയൊരു സാധനം പഠിക്കുകയാണ്. അപകീർത്തിപ്പെടുത്തുക. അപകീർത്തിപ്പെടുത്തുക ഇതുവരെ നമ്മൾ പഠിച്ചില്ല. അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്ത് പറയാം? അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫോമേഷൻ അല്ലേ? സൈബർ ഡിഫോമേഷൻ എന്ന് പറയുന്നത് അല്ലേ? സൈബർ ഡിഫോമേഷൻ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. സൈബർ അപകീർത്തിപ്പെടുത്തല് അതിന് ഏത് വകുപ്പ് എന്നാണ്? പഠിച്ചോ. നമുക്ക് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 66D ഏതാ? 66D ഏതാ? നീ എന്തുവാ? ആൾമാറാട്ടം. 66B എന്താ? ബി മോഷണം. മോഷണ വസ്തു വാങ്ങിച്ചുപയോഗിക്കുന്നത്. 66E പ്രൈവസി. പിന്നെ ഏതാ? പിന്നെയുള്ള ഏതാ? 66C ഏതാ? ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അപ്പൊ അവിടെ ഉത്തരം ഏതാ? അവിടെ ഇത് അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഇപ്പൊ 66D നമ്മൾ പഠിച്ചു. 66D നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഇവിടെ നോക്കിയേ, ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമല്ലേ? എന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ഇപ്പം ആൾമാറാട്ടം എന്ന് പറഞ്ഞ ആളുടെ പേരെന്താണെന്ന്? ശ്രീജയ എന്നല്ലേ? ഞാൻ ശ്രീജയുടെ പേരും ശ്രീജയുടെ ഐഡിയും ശ്രീജയുടെ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പൂര തെറി വിളിക്കുകയാണെന്ന് വെച്ചു ആൾക്കാരെ, മന്ത്രിമാരെയും വകുപ്പുകളെയൊക്കെ. അപ്പൊ എന്ത് ചെയ്യുക? ഞാൻ ആൾമാറാട്ടം നടത്തുകയല്ലേ? അല്ലയോ? ഞാനല്ലല്ലോ അത്. ആക്ച്വലി ശ്രീജയല്ലേ? സോറി, ശ്രീജയല്ലല്ലോ അത്. ശ്രീജയാണോ അത്? അല്ല, അത് ഞാനാണല്ലോ. അപ്പൊ അവിടെ ആൾമാറാട്ടം അല്ലേ? അത് ആൾമാറാട്ടം അല്ലേ? ആണ്. അപ്പൊ പിന്നെ ഏത് വകുപ്പായിരിക്കും? ആൾമാറാട്ടമാണെങ്കിൽ ഏത് വകുപ്പായിരിക്കും? ഡി ആണ്. അതാണ് 66D ആണ്. അങ്ങനെയും ചോദിക്കും. സൈബർ ഡിഫോമേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അല്ലാതെ ആൻസർ ഇല്ലാത്തതല്ല. ഓക്കെ, അടുത്ത ചോദ്യം. കാരണം ആൾമാറാട്ടം എന്ന് പറയുന്ന ഇതേ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. അതിലൊരു വിഭാഗമാണ് സൈബർ ഡിഫോമേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ 66D വരുന്നത്. ഓക്കെ, ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അതിലിരുന്ന് ചീത്ത വിളിക്കുക, പലതും എഴുതി വിടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ഇനി ഞാൻ പറയുന്ന ചോദ്യങ്ങളെ മിക്ക ചോദ്യങ്ങളും നമ്മുടെ മെയിൻ എക്സാംസിന് വന്ന ചോദ്യങ്ങളാണ്. ഇതുപോലെ, കാരണം മെയിൻ എക്സാംസിന്റെ പ്രത്യേകത എന്താ? ഈ IT എന്ന് പറയുന്നത് എന്താണ്? IT എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് അല്ലല്ലോ LDക്ക്. ആണോ? അല്ല, നമുക്ക് 5 മാർക്കിനുള്ള ഒരു സെക്ഷൻ ആണ് IT. പക്ഷെ നമുക്ക് ഇങ്ങനെ ചോദിച്ചുകൂടായികയില്ല, ചോദിക്കാം. അതുകൊണ്ട് ആ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പഠിക്കുവാൻ കഴിവുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്ത് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഞാനിത് വേറൊരു സെക്ഷൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് പഠിപ്പിക്കും. ഇത് നമ്മൾ വേറൊരു സെക്ഷനിൽ പഠിക്കും. ഇതിന്റെ ടേമുകൾ പഠിക്കും. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഫിഷിങ് ഓർമ്മയുണ്ടോ? സ്റ്റോക്കിങ്, അങ്ങനെയൊക്കെയുള്ള കുറെ ടേംസുകൾ ഉണ്ടല്ലോ. അത് നമ്മൾ പഠിക്കും. അവിടെ വരുന്ന ഒരു ഏരിയ ആണിത്. ഇത് ഈ യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ ചോർത്തുക എന്ന് പറഞ്ഞാൽ ഏതാണത്? ഫിഷിംഗ് അല്ലേ? അത് ഫിഷിംഗ് ആണ്. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് ഫിഷിംഗ് ആണ്. പക്ഷെ അതിനുള്ള ശിക്ഷ എന്താണ് ഇവിടുത്തെ ചോദ്യം? ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവാണ് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കുക, 3 വർഷം തടവാണ് അതിനുള്ള ആൻസർ. ഓക്കെ, 3 വർഷം തടവാണ് ഫിഷിംഗിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സാങ്കേതിക വിദ്യ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ഇത് ഏതാണ് സെക്ഷൻ എന്ന് പറയാമോ? നമ്മൾ പഠിച്ചു. ഏതാ?
ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഒക്കെ മാറ്റുന്ന ഏതാണ്? അതിനാണ് എന്ത് വിളിക്കുന്നത്? ആൾമാറാട്ടം അല്ല. ഇലക്ട്രോണിക് രേഖകളൊക്കെ തിരുത്തുന്നത് ഏതാ? ഇലക്ട്രോണിക് രേഖകളൊക്കെ മാറ്റുന്നത് ഒരു സൈറ്റ് ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ ഒക്കെ ആൾക്കാരുടെ ഒപ്പും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് 65 ടാമ്പറിംഗ്. അത് തന്നെ, വെരി ഗുഡ്. ടാമ്പറിംഗ് ആണ്. ഇനി വഞ്ചിക്കണമെന്ന് ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ടാമ്പറിംഗ് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3 വർഷമാണ്. 3 വർഷം തടവും. 3 വർഷം തടവും. ഓപ്ഷൻ എ ആണ്. 3 വർഷം തടവും, അതുപോലെ തന്നെ 1 ലക്ഷം രൂപയുമാണ് പിഴ കേട്ടോ. 3 വർഷം തടവും 1 ലക്ഷം രൂപയാണ് പിഴ. ഓർത്ത് വെച്ചോളണം ടാമ്പറിംഗിൻ്റെത്. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. അത് ഇതിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരാള് കുട്ടികളുടെ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചു, അത് അയാൾ ഫസ്റ്റ് ടൈമാണ് പ്രചരിപ്പിച്ചത്, അതിന് മുമ്പോ പിമ്പോ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടില്ല, അങ്ങനെയുള്ളതിന് വേറെ ശിക്ഷയാണ്. ഇതെന്താണ് പ്രചരിക്കുന്നത്? ഒരാള് ആദ്യം പ്രചരിപ്പിച്ചു, അയാളെ പിടിച്ച് ശിക്ഷ എടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. അതായത് തുടർച്ചയായി, മനസ്സിലായി? അയാൾ തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണിക്കുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ഇതേതാണ് വകുപ്പ്? ഏതാ? 67B. ബേബി. അപ്പൊ അങ്ങനെ നിരന്തരം കുട്ടികളുടെ പോണോഗ്രാഫി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം. നിരന്തരമാണെങ്കിൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് കേട്ടോ. നിരന്തരം ഒരാൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അയാൾക്ക് 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്, തുടർച്ചയായിട്ട് കുറ്റക്കാരനാണെങ്കിൽ. ഓക്കെ, മുമ്പത്തെ ചോദ്യം ഇത് സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. നമ്മുടെ ടാമ്പറിംഗ് നിർത്തി കഴിഞ്ഞാൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഈ ചൈൽഡ് പോണോഗ്രഫി നിരന്തരം കുറ്റക്കാരനായിട്ട് വന്നു കഴിഞ്ഞാൽ, നിരന്തരം കുറ്റക്കാരനാണെങ്കിൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇനി ഒറ്റത്തവണയാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചെന്ന് വിചാരിച്ച, ഒറ്റത്തവണയാണെങ്കിൽ ഇതല്ല പിഴ. ഏതാണ് പിഴ? ഒറ്റത്തവണയാണെങ്കിൽ 5 വർഷമാണ് കേട്ടോ. 5 വർഷം ഒറ്റത്തവണ. അതായത് ഒരു തവണയെ ഇദ്ദേഹം പോണോഗ്രഫി ചെയ്തോളൂ, അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചോളൂ, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചോളൂ, പിന്നെ അദ്ദേഹം പിടിച്ചു, അയാൾ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നല്ല മനുഷ്യനായി മാറി, അങ്ങനെയാണെങ്കിൽ 5 വർഷം ശിക്ഷയുള്ളൂ. അല്ലാതെ ആദ്യം അദ്ദേഹം പ്രചരിപ്പിച്ചു, അതിന് ശിക്ഷ കിട്ടി, വീണ്ടും പ്രചരിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും 7 വർഷവും കൊടുക്കും, 10 ലക്ഷം രൂപ പിഴയും കൊടുക്കും കേട്ടോ. അപ്പൊ അത് രണ്ടും ഒന്ന് ആലോചിച്ചോളണം. ഓക്കെ, ചൈൽഡ് പോണോഗ്രഫി. അടുത്ത നെക്സ്റ്റ്, വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കിട്ടാവുന്ന തടവ് ശിക്ഷ. ഇവിടെയാണ് അതിന്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത്. ഏതായിരുന്നു ഓപ്ഷൻ? പെട്ടെന്ന് പറഞ്ഞൂടെ, ഏതാണ്? ഡി, 5 വർഷം അല്ലെ? 5 വർഷമാണ്. കാരണം എന്താണ്? 7 വർഷമല്ല. 7 വർഷം എന്ന് വെച്ചാൽ എങ്ങനെയുള്ളതാണ്? 7 വർഷമാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വേണം, തുടർച്ചയായിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കണം. ഇത് ജസ്റ്റ് പ്രദർശിപ്പിച്ചാലുള്ള ശിക്ഷ 5 വർഷമാണ്. 5 വർഷമാണെന്നുള്ളത് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സ്പീഡായി പോകുന്നില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. സൈബർ ഭീകരവാദത്തിന് വിവര സാങ്കേതിക വിദ്യാ നിയമം പ്രതിവാദി പരമാവധി ശിക്ഷ. ഇവിടെ ഏതാണ്? സൈബർ ഭീകരവാദം നോക്കേതാ? 66 എഫ് ഭീകരവാദം. നോക്കിയോ, സൈബർ ഭീകരവാദത്തിന് ഇല്ലേ? സൈബർ ഭീകരവാദം കാണിച്ചാൽ എന്തേ ഉള്ളൂ ശിക്ഷ? പറഞ്ഞേ, ഒന്നും പഠിക്കണ്ട നമ്മള്. എന്താണ്?
വധശിക്ഷ കിട്ടത്തില്ല. എന്താ ഭീകരവാദികൾ എന്ത് ചെയ്യും? ജീവപര്യന്തം തടവിന് വിധിക്കും കേട്ടോ. ഒരു പുറത്ത് കാണത്തുമില്ല അല്ലെ, NIA ഒക്കെ വന്ന് കൊണ്ടുപോയി ജീവപര്യന്തം തടവിന് വിധിക്കും. അതാണ് സൈബർ ഭീകരവാദത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഓരോ വകുപ്പും അതിന്റെ ശിക്ഷയും നിങ്ങളിപ്പോ പഠിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ വിവര സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. നമ്മളിപ്പോ പറഞ്ഞതല്ലേ, ജസ്റ്റ് റിപ്പീറ്റ് ആണ്. താഴെ പറയുന്നതിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു. ഓപ്ഷൻ ഡി സൈബർ ടെററിസം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളു 66F അല്ലേ. ഇനി വ്യക്തിവിവര മോഷണമെങ്കിൽ എത്ര ഏതാ വകുപ്പ് മറന്നു പോകാൻ നോക്കട്ടെ. 66 ഐഡന്റിറ്റി തെഫ്റ്റ് ഏറെ സി. ഓക്കെ, സ്വകാര്യ നശിപ്പിക്കല്, പാർക്കിൽ പോയിരുന്ന ഭാര്യയുടെയും കാമുകിയുടെയും ഒക്കെ ചിത്രം എടുത്ത് നെറ്റിലിട്ട് കഴിഞ്ഞാല് ഏതാ? 66 എന്താ പ്രൈവസി. ഓക്കെ. അടുത്തത് ചോദ്യം. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദ, വീണ്ടും റിപ്പീറ്റ്, സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? തീവ്രവാദം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ വീണ്ടും റിപ്പീറ്റ് അല്ലേ. ജീവപര്യന്തം. 66F ഭീകരവാദം. അടുത്ത ചോദ്യം എല്ലാം റിപ്പീറ്റ് ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. IT ആക്ട് 2000 സെക്ഷൻ 77 പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്ന വെയിലബിൾ ആണ്. ഡാഷ് തടവ് ശിക്ഷ. IT 77B IT 2000 സെക്ഷൻ 77B പ്രകാരം പറയാൻ മനസ്സിലാകുന്നതിലും ഇത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്ത് PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. 77B നമുക്ക് പിന്നീട് പഠിക്കാം. ഡി ആണ്. മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തതെന്ന് റെലവൻസ് കാണുന്നില്ല ആ ക്വസ്റ്റ്യൻ കേട്ടോ. ഉത്തരം 4 വർഷമല്ല, 5 വർഷമല്ല, 6 വർഷമല്ല അവൈലബിൾ ആയിട്ടുള്ളത്. മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. വിവരസാങ്കേതിക നിയമം വകുപ്പ് 77B പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി ഇത് ചിന്തിച്ച് എഴുതാവുന്ന ഒരു ആൻസർ ആണ്. ഓക്കെ, വിവരസാങ്കേതിക നിയമം വകുപ്പ് 77B, ഇപ്പം നമ്മൾ പറഞ്ഞ വകുപ്പില്ലേ 77B പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. 3 വർഷം. വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതിനും ജാമ്യം ലഭിക്കുന്നതിനും, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതിനും ജാമ്യം ലഭിക്കാത്തതും, വാറണ്ട് മൂലം അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം ലഭിക്കുന്നതും, ജാമ്യം ലഭിക്കാത്തത്. ഇതില് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മെത്തഡോളജി മൂലമുള്ള ക്വസ്റ്റ്യൻ അല്ലാത്തതുകൊണ്ട് ഇൻകൺസിസ്റ്റന്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റൂ. ഓക്കെ, കാരണം അല്ലെങ്കിൽ 1ഉം 2ഉം ശരിയാണ്, 2, 3 അങ്ങനെയൊക്കെ എഴുതിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ്. വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം ലഭിക്കുന്നത്. ഇതുവരെ നമ്മളോട് ഇതേപോലെ ചോദിക്കാൻ സാധ്യതയില്ല. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാംസിന്റെ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളോട് ചോദിക്കാൻ സാധ്യത കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്. സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഉൾപ്പെടുത്തിയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 77B പ്രകാരം വാറണ്ടൊന്നുമില്ല, വീട്ടിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ വന്ന് പൊക്കിക്കൊണ്ട് പോകും. ഓക്കെ, 3 വർഷം വരെ തടവിൽ ലഭിക്കും. അടുത്ത ഈ ചോദ്യം അതുപോലെ തന്നെയാണ്, അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്, മെയിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വ്യക്തി
IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 1 വർഷം ഇതില് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1 വർഷം തടവും 1 ലക്ഷം പിഴയും, 2 വർഷം തടവും 3 ലക്ഷം പിഴയും, 3 വർഷം തടവും 5 ലക്ഷം പിഴയും, മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ച് എഴുതേണ്ട ഒരു ചോദ്യമാണ്. ഇവിടുത്തെ PSCയുടെ ഉത്തരവും ഇതിൽ ഒന്നുമല്ല, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എന്നാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അത് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഓക്കെ, ഇത് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുന്ന IT സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്ന പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, IT ആക്ട് 2000 സെക്ഷൻ 43A സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? ഇതും CPO മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഇത്രയും ഒരു ഡീറ്റെയിലിംഗ് നമുക്കില്ല, LDക്കില്ല, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. കമ്പനി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. നമ്മളോട് ചോദിക്കൂലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം 43A പ്രകാരം 43A കേട്ടോ. അപ്പൊ 43A കാര്യം ഒന്ന് ആലോചിച്ചിരിക്കുക. 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ 3 പേരും ബാധ്യസ്ഥനാണ്. ആ കമ്പനി ബാധ്യസ്ഥമാണ്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ബാധ്യസ്ഥമാണ്, വ്യക്തിയും ബാധ്യസ്ഥമാണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? 3 പേരും ബാധ്യസ്ഥമാണ്. ഇതല്ലേ, D അല്ലേ? 3 പേരും ബാധ്യസ്ഥനാണ്. D ആണ്. 1, 2, 3 ആൻസർ ആയിട്ട് വരും. 43A സെക്ഷൻ 43A പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കമ്പനിയും കമ്പനിയോട് പാർട്ട്ണർഷിപ്പ് ഉള്ള ആ സ്ഥാപനവും ഇനി ആ വ്യക്തി അതിന്റെ മുതലാളിയും 3 പേരും ബാധ്യസ്ഥരായിരിക്കും കൊടുക്കാനായിട്ട്. അടുത്തത്, ഇത് പ്രകാരമുള്ള ഒരു ഈ 43A പ്രകാരം പരാമർശിക്കുന്ന ഒരു സിനിമയുണ്ട്, ആർക്കെങ്കിലും പറയാമോ? ഭയങ്കരമായിട്ട് ഓടി പ്രശസ്തമായ ഒരു സിനിമയാണ്. ഈ സെക്ഷനൊക്കെ പറയുന്ന ഒരു ഫിലിം ഉണ്ട്, ആർക്ക് പറയാം? ആർക്ക് പറയാം? നിവിൻ പോളിയുടെ ഫിലിമാണ്, നല്ലൊരു സീനാണത്. പറയടെ, ഏത് ഫിലിമാ? എനിബഡി? എനിക്ക് പേര് പെട്ടെന്ന് അങ്ങോട്ട് വായിലേക്ക് വരും, മനസ്സിലായി. നിവിൻ പോളി പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് അഭിനയിച്ചൊരു പടമില്ലേ? ആക്ഷൻ ഹീറോ ബിജുവില്. അതിലൊരു പെൺകുട്ടി ഇങ്ങനെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് സാലറി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് വരത്തില്ലേ? ആ സീനില് പറയുന്ന സെക്ഷൻസ് ആണ് ഇത്. ഓക്കെ, 43A. അടുത്ത ചോദ്യം. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം? 4G നിലവിൽ വന്ന നഗരം ഏതാണ്? അത് നമുക്ക് GK ക്വസ്റ്റ്യൻസ് ആണ്. ഏതാ 4G നിലവിൽ വന്നത്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ് 4G നിലവിൽ വന്നത്. കൊച്ചിയിലാണ്, ഓർത്തോളണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഇല്ല. അക്ഷയെ പറ്റി ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്. അക്ഷയ അറിയാലോ? എന്താണ് അക്ഷയ? ഇതിന്റെ ഒരു സെക്ഷൻ തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. കേരള പദ്ധതികൾ പഠിക്കാനായിട്ടുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് അക്ഷയയും കുടുംബശ്രീയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പൊ LDക്ക് ഇപ്പൊ ട്രിവാൻഡ്രവും ചോദിച്ചു, ഇനിയും ചോദിക്കും അക്ഷയ. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അക്ഷയ ഒന്ന് നോക്കാം. അക്ഷയ എന്താണ്ട്? അക്ഷയ കമ്പ്യൂട്ടർ പറയേ. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി അല്ലെ? കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി അല്ലെ? കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? പ്രശസ്തനായ നടനാണ്, സിനിമാ നടനാണ്. ആരാടെ? പറയടേ, ആരാ അക്ഷയയുടെ ബ്രാൻഡ് അംബാസഡർ? ഭരത്. ആരാ? മമ്മൂട്ടി. കേട്ടോ, അറിഞ്ഞൂടെ? കേട്ടിട്ടില്ലേടേ? മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ.
അക്ഷയ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല ഏതാ? ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല പറയേ, ആദ്യം ആരംഭിച്ച ജില്ല ഏതാ? ഞാനിത് പറയേണ്ടെന്ന് വിചാരിച്ചത്, അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ. ആദ്യം ആരംഭിച്ച ജില്ല മലപ്പുറം. ആദ്യം ആരംഭിച്ച ജില്ല മലപ്പുറമാണ് കേട്ടോ. മലപ്പുറമാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാ? ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല, ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല, ഇന്ത്യയിലെ ആദ്യം ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിലെ ചോദിക്കുകയാണെങ്കിലോ, ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സാക്ഷരത ആരംഭിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാലോ അറിയാമോ? ഇല്ല. അതും ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ് കേട്ടോ. അതും മലപ്പുറം തന്നെയാണ്. ഓക്കെ, അതും മലപ്പുറം തന്നെയാണ്. ഓക്കെ, ഇനി എല്ലാ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം, എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച സംസ്ഥാനം പറഞ്ഞാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനമാണ്. ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാ? ഇന്ത്യയിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കേരളത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിമാ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത്, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേടെ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയിലെ വെള്ളനാട്. ഓക്കെ, വെള്ളനാട് മറന്നുപോകരുത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ, ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. എപ്പോഴും PSC റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്, എവിടെയാണ് നിലവിൽ വന്നത്? എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എവിടെയാണ്? സംസ്ഥാനം കർണാടകയാണ്. സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാല് സംസ്ഥാനമാണെങ്കിൽ കർണാടക എഴുതുക. നിങ്ങൾക്കറിയാം, സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ എവിടെ ആയിരിക്കാം? സ്വാഭാവികമായിട്ടും എവിടെ ആയിരിക്കാം? ഒറ്റ ഉത്തരവേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് എവിടെ ആയിരിക്കും? എവിടെ ഉണ്ടേ? ബാംഗ്ലൂരാണ്. അതിൽ പിന്നെ ഒരു സംശയം വരേണ്ട കാര്യമില്ല, തോന്നേണ്ട കാര്യമില്ല. ഓക്കെ, ഇതെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. IT GK പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സാധാരണയായിട്ട്. അതിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ സൈബർ സ്റ്റേഷൻ ഏതാ? കേരളത്തിലെ ആദ്യത്തെ സൈബർ സ്റ്റേഷൻ ഏതാ? കേരളത്തിലെ ആദ്യ സൈബർ സ്റ്റേഷൻ ഏതാ? പറയടേ. ജില്ല ട്രിവാൻഡ്രമാണ്. സ്ഥലം നമ്മുടെ PSCയുടെ ആസ്ഥാനമാണ്. നമ്മൾ PSC പഠിച്ചല്ലോ അല്ലേ? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? പട്ടം അല്ലെ? പട്ടമാണ്.
ഓക്കെ, തിരുവനന്തപുരം പട്ടത്താണ് എന്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ കേട്ടോ. ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ മറന്നു പോകരുത്. അത് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സംസ്ഥാനം കർണാടകയും സ്ഥലം ബാംഗ്ലൂരുമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതിയാണ്. ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി. ദേശീയ സ്കൂൾ ഇത് നമ്മള് UPക്കും പഠിച്ചാണല്ലോ. കമ്പ്യൂട്ടർ വൽക്കരണ പദ്ധതി ഏതാ? ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർ വൽക്കരണ പദ്ധതി പറഞ്ഞോ, ഏതാണ് ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർ വൽക്കരണ പദ്ധതി? പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാവാഹിനി മറന്നു പോകരുത്. വിദ്യാവാഹിനിയാണ്. വിദ്യാവാഹിനി ദേശീയ സ്കൂൾ കമ്പ്യൂട്ടർ വൽക്കരണ പദ്ധതി. വിദ്യാവാഹിനി. ഓക്കെ, ഇന്ത്യയില് ആദ്യമായിട്ട് ഇന്റർനെറ്റ് നിലവിൽ വന്നതെന്നാ? നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഇല്ലേ, അത് ആദ്യമായിട്ട് നിലവിൽ വന്ന വർഷം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് നിലവിൽ വന്നത് ഫസ്റ്റ് ഇന്റർനെറ്റ് ഇന്ത്യയില് പറേ? 1995. 1995. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എപ്പോഴും GK പോർഷനിൽ ചോദിക്കും, ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാ? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം പറേ? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാടെ? ദീപിക. വെരി ഗുഡ്. എങ്കിൽ മൊബൈൽ എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാ? മൊബൈൽ എഡിഷൻ ആരംഭിച്ച മലയാള പത്രം ഏതാ? മൊബൈൽ, അതിൽ തന്നെയുണ്ട് ആൻസർ. മൊബൈൽ. M ആണ് ആദ്യ അക്ഷരം. ഏതാണ്? മലയാള മനോരമയാണ് കേട്ടോ. മലയാള മനോരമയാണ് മൊബൈൽ എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാ? അത് പൂട്ടിക്കെട്ടി വലിയ കേസൊക്കെ ആയതാണല്ലോ പിന്നീട്. ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം, ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ ലോട്ടറി ആരാണ്? നമ്മുടെ 7 സിസ്റ്റേഴ്സിൽ വരുന്ന ഒരു സംസ്ഥാനമാണ്. സംസ്ഥാനം സിക്കിമാണ് കേട്ടോ. സംസ്ഥാനം സിക്കിമാണ് എന്താണ് ഇന്റർനെറ്റിലൂടെ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഓക്കെ, ഇനി അതുപോലെ തന്നെ IT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മറ്റേ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത സർക്കാർ ഓഫീസ്. കേരളത്തിലെ ആദ്യ കടലാസ് രഹിത സർക്കാർ ഓഫീസ്. കേരളത്തിലെ ആദ്യ കടലാസ് രഹിത സർക്കാർ ഓഫീസ്. അവിടെ കടലാസ് ഒന്നുമില്ല, പേപ്പറിൽ എഴുത്തും വായനയൊന്നുമില്ല, ഒള്ളി കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, പറയേ കടലാസ് രഹിത സർക്കാർ ഓഫീസ് പറയടേ. കടലാസ് രഹിത സർക്കാർ ഓഫീസ് എനിബഡി ഏതായിരിക്കാം? സ്വാഭാവികമായിട്ട് ഏതായിരിക്കാം? നമ്മുടെ IT മിഷൻ ആണ് കേട്ടോ. IT മിഷന്റെ ഓഫീസാണ് സർക്കാർ രഹിത കേരളത്തിലെ ആദ്യത്തെ കടലാസ് രഹിത സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന വനിത ആരാ? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത
ശകുന്തള ദേവി. ഓക്കെ, DTPയുടെ പൂർണ്ണ രൂപം എന്താ? DTP DTP ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യം മലയാള വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക്, അത് നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതെല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക്, ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും ചിന്തിക്കേണ്ട, ഏതാണ്? നമ്മുടെ SBI ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോറി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ടോ? അത് ലയിച്ചു. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. എക്കണോമിക്സിലെ ലയനം, ബാങ്കുകളുടെ ലയനം വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സിലെ ആ ഭാഗം എന്ന് പറയുന്നത്, ബാങ്കുകളുടെ ലയനം എന്ന് പറയുന്നത് SBT കേട്ടോ. അവിടെ നിന്ന് ഇപ്പോഴും ചോദ്യം ചോദിച്ചു, ട്രിവാൻഡ്രത്ത് നിന്ന് ചോദ്യം ചോദിച്ചു. ഇനി നമ്മളോട് ചോദിക്കും, ബാങ്കുകളുടെ ലയനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ആദ്യം 4G ലഭ്യമായത് എവിടെയാണ്? കൊച്ചി. 3G ആദ്യമായി ലഭ്യമായ ജില്ല ഏതാ കേരളത്തില്? 3G. ഇപ്പൊ 5G ആണ്, 5Gയുടെ കാലഘട്ടമാണ്. ഏതാ 3G ലഭ്യമായത്? കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എവിടെയാ? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ആദ്യ അല്ല, അതാണ് നിങ്ങൾ തെറ്റിക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തെറ്റിക്കും. അതുകൊണ്ടാണ് PSC ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ തിരുവനന്തപുരത്ത് എവിടാ? സ്ഥലത്തിന്റെ പേര് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം. ഇൻഫോസിസ് എന്നല്ല, ടെക്നോ പാർക്ക്. ആ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അധീനതയിൽ കെട്ടിക്കൊടുക്കുന്ന സ്ഥലമാണ്. കമ്പനികള് അവിടെ വന്ന് ഇഷ്ടമുള്ള കമ്പനികൾ ഇഷ്ടമുള്ള തുടങ്ങും. അവിടെ എല്ലാം ഉണ്ട്. ഇൻഫോസിസ് ഉണ്ട്, ലോകത്തുള്ള എല്ലാ കമ്പനിയും ഉണ്ട്. ഓക്കെ, അതിപ്പോ അതിന്റെ 5ാമത്തെ ഫേസ് ഒക്കെ ആയി. കഴക്കൂട്ടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഏകദേശം നമ്മുടെ തോന്നയ്ക്കൽ ഭാഗം വരെ ആയിട്ടുണ്ട് ടെക്നോ പാർക്ക്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, കൊല്ലത്തൊക്കെ ഉണ്ട് ടെക്നോ പാർക്ക്. പിന്നെ അതുപോലെ തന്നെ കൊച്ചിയിൽ വന്നിട്ടുണ്ട്, ഇൻഫോ പാർക്ക് എന്നാണ് പറയുന്നത് അല്ലേ? കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇല്ലേ? അപ്പൊ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ്. അത് നിലവിൽ വന്ന എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1995 നിലവിൽ വന്നത് കേട്ടോ. 1995 നവംബർ 1995 നവംബറിലാണ് ഈ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ മലയാളത്തിലെ ആദ്യത്തെ ഇമെയിൽ നോവൽ ഏതാ? ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻസ് ആണ്. PSCയുടെ ഇടയ്ക്കിടയ്ക്ക് PSC ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ്. GK പോർഷൻസിൽ പറഞ്ഞോ, മലയാളത്തിലെ ആദ്യത്തെ ഇമെയിൽ നോവൽ. വെരി ഗുഡ്. ഏതാണ്ട് ആരോ പറഞ്ഞു, ആൻസർ പറഞ്ഞു ആരോ? നൃത്തം. വെരി ഗുഡ്. ആരുടെയാണ് നൃത്തം ആരുടെയാണ്? മലയാളത്തിന്റെ പോർഷനിൽ നമ്മളോട് ചോദിക്കാം, മലയാളം സെക്ഷനിൽ നമ്മളോട് ചോദിക്കാം. ആരുടെയുണ്ട്? എം മുകുന്ദൻ ഇല്ലേ? എം മുകുന്ദന്റെ നോവലാണ് നൃത്തം. എന്ന് പറയുന്നത് എം മുകുന്ദന്റെ നോവലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സർക്കാർ ഓഫീസുകളിൽ ആദ്യമായിട്ട് എന്താ പറയാ, ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്നറിയാമോ? സർക്കാർ ഓഫീസുകളിൽ ആദ്യമായി ഇമെയിൽ സേവനം. സർക്കാർ ഓഫീസുകളിൽ ആദ്യമായി ഇമെയിൽ സേവനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? സർക്കാർ ഓഫീസുകളില്
സർക്കാർ ഓഫീസുകളിൽ ആദ്യമായി ഇമെയിൽ സേവനം ഏർപ്പെടുത്തിയതും അതും നമ്മുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം എവിടെ? ഏറ്റവും ചെറിയ സംസ്ഥാനം ഇപ്പൊ ഏതാ? ഏതാണ്? ഗോവയാണോ? ഗോവയല്ലേ? ആദ്യമായിട്ട് സർക്കാർ ഓഫീസുകളിൽ ആദ്യമായിട്ട് ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗോവയാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയില് ആദ്യമായിട്ട് മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതായിരുന്നു? മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതായിരുന്നു? SBT ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഓൺലൈൻ ബാങ്കിങ് ഇത് നമ്മൾ അവിടെ എക്കണോമിക്സിലും പഠിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൺലൈൻ ബാങ്കിങ് ആരംഭിച്ച ബാങ്ക് ഏതാ? നമ്മൾ ബാങ്കുകൾ പഠിക്കുമ്പോൾ അവിടെ പഠിക്കും നമ്മൾ. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിങ് സംവിധാനം ആരംഭിച്ചത് ഏത് ബാങ്കാണ്? ഫസ്റ്റ് ഓൺലൈൻ ബാങ്കിങ് ഏതാണ്? HDFC ബാങ്ക് അല്ലേ? HDFC ആണ്. HDFC ബാങ്ക് ആണ് HDFC ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിങ് സംവിധാനം ആരംഭിച്ച ബാങ്ക്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയാൽ മതി. എവിടെന്നെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചാലായി. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ DTP അങ്ങനെയുള്ള ഷോർട്ട് ഫോമുകൾ എപ്പോഴും ചോദിക്കുകയും ചെയ്യും. അത് ഇന്നൊന്നുമില്ല, ഏത് വേണോ നമ്മളോട് ചോദിക്കാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് തന്നെ. ഇത് മാത്രമല്ല, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത് അടുത്തൊരു സെക്ഷനിൽ ഇതേപോലെ തന്നെ ഒരു 19 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ IT നോക്കി തീരും. ആ 5 മാർക്കിനുള്ള അത്രയും മതി കേട്ടോ. അത്ര പിന്നെ ചോദിക്കാത്ത കുറച്ച് 5-6 സെക്ഷൻസും കൂടി അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ആ ജനറൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത്രയുമായിരുന്നു. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ നന്നായിട്ട് നോക്കുന്നവര് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, പിന്നെ ഞാൻ ഈ പറഞ്ഞ അബ്രിവേഷൻസ്, പ്രധാനപ്പെട്ട കുറച്ച് അബ്രിവേഷൻസ് നോക്കിയാൽ മതി കേട്ടോ. അബ്രിവേഷൻസ്, അതുപോലെ തന്നെ ഇൻവെൻഷൻസ് പ്രധാനമായിട്ടുള്ള കുറച്ച് ഇൻവെൻഷൻസ് പഠിക്കുക. പിന്നെ ഹിസ്റ്ററി നോക്കുക. നമ്മുടെ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ, ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള ഡെസിമൽ ടു ബൈനറി കൺവെൻഷനും ബിറ്റ് കോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ചോദ്യം പറയുമ്പോഴത്തേക്ക് ബിറ്റ് കോഡൊക്കെ പറഞ്ഞു തരാം. അതില് അപ്പോൾ പഠിച്ചായിരുന്നു നിങ്ങൾ ബിറ്റ് കോഡിന്റെ കാര്യം. പിന്നെ ഗേറ്റ്സ്, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നാളെ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടാതെ പറഞ്ഞുതരാം. ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സോഫ്റ്റ്വെയർസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. 2 തരം സോഫ്റ്റ്വെയർസുകളാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർസും. അതിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പറയും അല്ലെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന്. നമ്മുടെ MS ഓഫീസ്, എക്സൽ, പവർ പോയിന്റ് പോലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും, ഡിവൈസ് ഡ്രൈവേഴ്സ്, യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ, കമ്പൈലേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലിനക്സ്, നമ്മൾ പഠിച്ച ലിനക്സ്, യൂലിനക്സ്, വിൻഡോസ്, ഡോക്സ്, മാക്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. പിന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, എഡിറ്റർ, ഡീബഗർ, കോപ്പി പേസ്റ്റ്, ഡിലീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ 1-2 ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നോക്കുന്നവരെ നോക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ലാംഗ്വേജുകളൊന്ന് നോക്കുക. ഇന്റർനെറ്റ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നോക്കി. ഇന്റർനെറ്റ് ഒന്ന് നോക്കുക. പിന്നെ വെബ്സൈറ്റ് ബ്രൗസിംഗ്, അങ്ങനെയുള്ള വെബ് സെർവർ, വെബ് ബ്രൗസർ, ബ്രൗസിംഗ്, HTML, വെബ്സൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. 1-2 വെബ് ബ്രൗസറുകളെ കുറിച്ച് പറഞ്ഞാണ്ട്. വെബ് ബ്രൗസറുകൾ നിങ്ങൾ സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണല്ലോ വെബ് ബ്രൗസറുകൾ. ഏതൊക്കെയാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ? ഏതാണ്? ഗൂഗിൾ ഫുൾ നെയിം ഗൂഗിൾ ക്രോം അല്ലേ? ഗൂഗിൾ ക്രോം ഉണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, മോസില ഫയർഫോക്സ് ഉണ്ട്, ഒപ്പറ ഉണ്ട്, സഫാരി ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ മൈക്രോസോഫ്റ്റിന്റെ MS എഡ്ജ് ഉണ്ട്
അല്ലെ, മൊസൈക്ക് ഉണ്ട്, കേമലോൺ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. വെബ് ബ്രൗസറുകൾ, പിന്നെ സെർച്ച് എഞ്ചിനുകൾ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗൂഗിള് അല്ലെ, യാഹു സെർച്ച്, ബിങ്, ആസ്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ അടുത്ത ദിവസം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പറയും. പിന്നെ ഈ സൈബർ ക്രൈംസ് കുറെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കുറെ ടേമുകൾ നമ്മൾ പഠിക്കണം. ആ ടേമുകൾ ഞാൻ പറയാം, നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ടേമുകൾ നിങ്ങൾ നോക്കുക, ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഹാക്കിങ്, സ്പാമിങ്, ഇമെയിൽ ബോംബിങ്, സ്നൂപ്പിങ്, ഇമെയിൽ സ്പൂഫിങ്, പിന്നെ സൈബർ സ്റ്റോക്കിങ്, സൈബർ സ്കോട്ടിങ്, നമ്മൾ ഈ പറഞ്ഞ ഫിഷിങ്, വിഷിങ്, അതുപോലെ സ്മിഷിങ്, പൈറസി, ഡാറ്റ ഡിഡിലിംഗ്, അതുപോലെ തന്നെ മറ്റേ സലാമി അറ്റാക്ക്, വെബ് ജാക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ഹൈജാക്കിംഗ് എന്നൊക്കെ പറയും. പിന്നെ പോണോഗ്രഫി, പാസ്വേഡ് സ്നിഫർ, പിന്നെ ഡോസ് അറ്റാക്ക്, പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്, അതായത് IPR വയലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സൈബർ ലോസ്, IT ആക്ട് 2000 വേണം. നമ്മളെ സാധാരണ IT ആക്ട് വരുന്നത് 17/10/2000 അല്ലേ, 17/10/2000 IT ആക്ട് വരുന്നത്. അതിന്റെ അമെന്റ്മെന്റ് ആണ് എപ്പോഴും വരുന്നത്? ഇത് ഭേദഗതി ചെയ്യപ്പെടുന്നതാണ് എപ്പോഴേ ഇതിന്റെ ഭേദഗതി എപ്പോഴാ? 2008 അമെന്റ്മെന്റ് 2008 കേട്ടോ, 2008 ചില ക്വസ്റ്റ്യൻസ് 2008 എന്ന് പറഞ്ഞത് കാണും. 2008 അമെന്റ്മെന്റ്, അതായത് അത് ഇനാക്ട് ആവുന്നത് 2008 ഡിസംബർ 23 ഇനാക്ട് ആവുന്നത്. 23 ഡിസംബർ 2008 ഇനാക്ട് ആവുന്നത്. അത് കെയിം ഇൻ ടു ഫോഴ്സ് നിയമമായിട്ട് വരുന്നത് 27 ഒക്ടോബർ 2009 27 ഒക്ടോബർ 2009 നിയമമായിട്ട് വരുന്നത്. അതില് അമെന്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം 124 സെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. 2 ഷെഡ്യൂളായിട്ട് 14 ചാപ്റ്റേഴ്സ് ആയിട്ട്. അതിന്റെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയും വേണം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നാളെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇതും കൂടെ പറയാം. ഓക്കെ. പിന്നെ കുറച്ച് IPC സെക്ഷൻസ് നമ്മൾ പഠിക്കണം. 1-2 ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 499, സെക്ഷൻ 503, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് സെക്ഷൻ 503 ചോദിച്ചതാണ്. സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന കാര്യം PSCക്ക് ചോദിച്ചതാണ്. പിന്നെ ഡിഫോമേറ്ററി മെസ്സേജ് ആണ് 499, അതും ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള 2-3 IPC സെക്ഷനും കൂടെ IT ആക്ടുമായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. അത്രയും കൂടെ IT തീരും. 5 മാർക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നാളെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ പറയുകയും ചെയ്യും. ഓക്കെ, പക്കയാണോടെ? ഓക്കെയാണോ? ഓക്കേടാ, ഇത്ര മതി, ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കേണോ? ബാക്കി നാളെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ എടുക്കുന്നതായിരിക്കും. എന്താ പറയാ, അപ്പൊ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അത്രയും മതി, നോട്ട് ചെയ്താൽ മതി. ബാക്കി നാളെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ പറയുമ്പോഴത്തേക്ക് ബാക്കി ഫുൾ സെറ്റപ്പ് ആവും. 5 മാർക്ക് ഓക്കെ ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് നാളത്തെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ക്ലാസ്സുകൾ കാണും. അതിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നാളെ സൺഡേ ആണല്ലേ? ഓക്കെ. അതിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് വന്ന നിയമങ്ങൾ, കേരള ഗവേൺസ് എന്ന് പറയുന്ന അതും ഇന്ത്യൻ ഗവേൺസ് എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് ഇതേപോലെ തന്നെ ടോപ്പിക്ക് പറഞ്ഞു പോകാം. ഇതെല്ലാം ബെറ്റർ കൂടുതൽ അല്ലേ? ഇവിടെ ഒട്ടും പരാമർശിക്കാത്ത ഭാഗങ്ങള് ക്ലാസ് ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. മാത്സിന് ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്സ് ഇതേപോലെ തന്നെ ചെയ്യാം നമുക്ക്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇല്ല, ഒത്തിരി പേര് കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഓക്കെ, നാളെ കാണാം.